നമസ്കാരം. അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വനിതാ രത്നങ്ങളുടെ സ്വന്തം വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ റെഡ് കാർപ്പറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്നും നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എലീനയും ജിത്തുവും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ രണ്ടുപേരെയും വെൽക്കം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് എന്ത് തോന്നുന്നു? തോന്നി റെഡ് കാർപ്പറ്റിൽ എന്തായാലും വരണം എന്നുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ്. 3 തവണ എനിക്ക് വരാൻ പറ്റാണ്ട് അവസാനം ഞാൻ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വി ഗോട്ട് ഇൻ ടു ദ സെയിം പേഴ്സൺസ്, ലൈക്ക് ഏകദേശം ഒരേ വൈബ് കിട്ടുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് കറക്റ്റ് ആയി. താങ്ക് യു. അപ്പൊ നിങ്ങളും ഇനി ചരിത്രത്തിന്റെ ഭാഗമായി നിങ്ങളും മാറിയിരിക്കുകയാണ്. എലീന പഠിക്കൽ ഒരേ സമയം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും നമ്മൾ ചെയ്യും, പക്ഷെ സ്വന്തമായിട്ടും പെട്ടെന്ന് കരയും അല്ലേ? എവിടെ ഒരു ഉള്ളിൽ കരയില്ലേ? ആ കരയും, മോങ്ങുവരുന്നു ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെയല്ല, എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റാത്ത അവസരങ്ങളിൽ എന്നെക്കാട്ടിലും മുതിർന്ന ഒരാളാണ് എന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം അവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു സൈഡിൽ പോയിട്ട് പട്ടി മോങ്ങാനിരുന്ന് മോങ്ങി ആ ദേഷ്യം തീർക്കും. ആരുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്? അമ്മയുടെ ആണോ? എനിക്കാണെങ്കിൽ അപ്പന്റെ പേഷ്യൻസും, അപ്പൊ നല്ല പേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്ഷമ. അതെ, അപ്പന്റെ ക്ഷമ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ ഇസ് എ വെരി ഗുഡ് മാനേജർ. അപ്പം ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ അമ്മ മാനേജ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ മാനേജിങ്, അമ്മയുടെ കുറച്ച് നീറ്റ്നെസ്, ക്ലെൻലിനെസ്, അതൊക്കെ അമ്മയുടെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പന്റെ പേഷ്യൻസ് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു കൂൾ സ്വഭാവം അതാരുടെ ഇത് കിട്ടി? അയ്യോ, എന്റെ അപ്പനമ്മ എന്നാ കൂൾ ആൾക്കാരാന്നറിയോ? ഒന്നും അല്ല അവരുടെ മുന്നിൽ വെച്ച്. ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, അവരുടെ ക്യാരക്ടറിലായിക്കോട്ടെ, അവരടിച്ചു പൊളിക്കുന്നതായിക്കോട്ടെ. ഞാൻ എപ്പോഴും അപ്പയോട് പറയും, എനിക്ക് ഒരിക്കലും അപ്പയെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ പോകുന്നില്ല. കാരണം അവർ തമ്മിൽ അത്ര നല്ല കപ്പിൾസ് ആണ്. പക്ഷെ എവിടേക്കും അഡ്ജസ്റ്റ് ചെയ്ത റോത്ത് സെറ്റ് ആവുന്നുണ്ട്. ഞാൻ പറയും, ചിത്തോന്റെ ഫാമിലി പറ്റി പറയോ? അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ചേച്ചി, അനീതി, ചേട്ടൻ, ആരാ ഉള്ളത്? ചേച്ചി ഉണ്ട്, ചേട്ടനുണ്ട്, എല്ലാരും. ചേച്ചി ചേട്ടനെല്ലാം ഉണ്ട്. എങ്ങനെയാണ് മൊത്തത്തിൽ വീട്ടിൽ? അതായത് ജിത്തു, അവരെല്ലാം യുഎയിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അവരെല്ലാം അവിടെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ വീർപ്പ് മുട്ടാണ്? ഒറ്റയ്ക്ക് വീർപ്പ് മുട്ടാന്നില്ല. ഇപ്പൊ എന്താ വെച്ചാല് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പുറത്തു പോവാം, പിന്നെ എന്താ പറയാ, അടിച്ചു പൊളിക്കും. എന്തിനാ ചിരിക്കല്ലേ? ചിരി നല്ലതല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പൊളിക്കാം. ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്ത് പോവാം, വർക്കലിൽ പോവാം. പോവാത്ത പോലെയാണേ. നിങ്ങളുടെ ഒരു, അതായത് ഭക്ഷണ പ്രിയരാണോ നിങ്ങൾ രണ്ടുപേരും? ഞാൻ ഭയങ്കര ഫുഡിയാണ്. ഞാൻ ഒരു ഇപ്പോൾ എവിടെ പോയി, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തന്നെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പുതിയ റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവും. എന്ത് ഫുഡായാലും അങ്ങനെ. ഇഷ്ടമുള്ള ആളാണ്. ഞാനൊരു ഷോ അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. വലിയൊരു ഫുഡ് ആണ്, ക്വാണ്ടിറ്റി ഒരുപാട് കഴിക്കില്ലെങ്കിലും എല്ലാം ടേസ്റ്റ് ചെയ്യും. ഇവരുടെ കല്യാണ വീഡിയോയില് എലീനയുടെ ഫുഡ് കഴിക്കലായിരുന്നു. അതെന്തായിരുന്നു? ബിരിയാണി ആയിരുന്നോ? ഹിന്ദു വെഡിങ്, അപ്പം സദ്യ ആയിരുന്നു ഉണ്ണുന്നേ. വേറെ ചുറ്റുള്ള കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാണ്ട് സാമ്പാറും രാവിലെ മുന്നേ ഡ്രസ് ചെയ്ത് ഞാൻ സത്യം പറയാം, രാവിലെ ഇറങ്ങുമ്പോ ഫുഡ് കഴിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ്, ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്ന് സദ്യ ഉണ്ണുമ്പം റോത്ത് സെയിം 1:30 ആകുമ്പോ ഡ്രസ്സ് മാറ്റി വീട്ടിൽ കയറണം. മുഹൂർത്തം. അപ്പൊ ഓൾറെഡി 1:15 ആയി. ഞാൻ റോത്ത് ഇനി ഞാൻ പിടിച്ചു നിൽക്കില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു പഴം ഞാൻ കഴിച്ചു നൈസായിട്ട്. ഞാൻ എനിക്ക് എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടേ വരുള്ളൂ പ്ലീസ് എന്നിട്ട്. ഞാൻ വേഗം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് അതിൽ നിന്ന് ഒരു ഉരുള ഞാൻ ഇനി റോയത്തിനും കൊടുക്കണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ആകെ കുറച്ചേ ഉള്ളൂ, ഞാനൊന്ന് കഴിച്ച് തീർത്തോട്ടെ എന്നുള്ള ഫീൽ. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളും രാവിലെ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും രാവിലെ 3 മണിക്ക് തന്നെ ഡ്രസ് ചെയ്യാൻ തുടങ്ങും. എനിക്കതില്ലായിരുന്നു. 3 മണിക്ക് മുഹൂർത്തം അനുസരിച്ച്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇവർക്ക് ഫുഡ് കഴിക്കാം. ഐ ടെൽ യു സംതിങ്, അമ്മമാരെങ്കിലും എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഷെയ്ക്കോ എന്തെങ്കിലും കൊടുക്കാം. ബിക്കോസ് പട്ടിണി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അവസ്ഥ തന്നെയാണ്. കല്യാണം കഴിക്കുന്നത് നമ്മളിതൊന്നും മനസ്സിലാവില്ല. കാരണം അത് ഒരു ഫാന്റസി ആണല്ലോ. അയ്യോ, താലി കെട്ടി, പിന്നെ പ്രേമിച്ച ആളെ കല്യാണം കഴിക്കുന്നു, എല്ലാരും കാണുന്നു, ചുറ്റും സന്തോഷമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അവര് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ വീണ്ടും അപ്പൊ കഴിക്കും. ചേട്ടന്മാര് പോലെ മുഖത്തോട് പോ നോക്കൂ, അതിന് ചിരിച്ചേ, ഇങ്ങനെയൊക്കെ ആയി പോവും. അപ്പോഴാണ് നമുക്ക് വിശപ്പിന്റെ വില അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവരും നോട്ട് ദ പോയിന്റ്. കല്യാണം കഴിക്കുന്നതിന്റെ കൂടെ തന്നെ ഫുഡും കഴിക്കും. ഫുഡാണ് നമുക്ക് മെയിൻ. രണ്ട് കഴിക്കൽ, കല്യാണം, ഫുഡ്, കല്യാണം, ഫുഡ്. ഞാൻ വിളിക്കാം കേട്ടോ. അല്ല, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇത് അനുഭവിക്കും എന്നാണ് അലീന പറഞ്ഞത്. മാസങ്ങളോ? കൂടുതൽ പറയണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതിയ വിശേഷം എന്തൊക്കെയാണ്? പുതിയ വിശേഷം മറ്റേ യൂട്യൂബുകാർ പറഞ്ഞ പുതിയ വിശേഷം അത് ടോട്ടലി റോങ് ആണ്. ആദ്യം ഞാനും റൂത്ത് ഒന്ന് മെച്ചോർഡ് ആവട്ടെ.
ഓക്കെ വെച്ചൂടായില്ലേ? പുതിയതായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ഞാനും റൂത്തും വി ആർ ലൈക്ക് പ്ലാനിങ് ടു എക്സ്പ്ലോർ. രോഹിത്തും അലീനും തമ്മിൽ വഴക്കുണ്ടാവുമ്പോ ആദ്യം ആരാ സോറി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യും? ഫസ്റ്റ് തിങ് ഞങ്ങൾ വഴക്കടിക്കാറില്ല. അല്ല, അത് നോണ പറയുന്നതല്ല, സത്യമായിട്ടും പറയുന്ന. കാരണം ഞങ്ങൾ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സും ഓപ്പോസിറ്റ് പോൾസ് പോലത്തെ രണ്ടാൾക്കാർ. ഫോൺ വിളിച്ചെന്നാ ഇപ്പോഴോ? വിളിക്കാം. എടുക്കുമെന്നറിയില്ല, കാരണം ബിസിനസ്സും വർക്കും ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വിളിച്ചോണ്ടിരിക്കില്ല. വിളിച്ചോണ്ടിരുന്നിട്ട് എവിടെയാന്ന് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഫോൺ എപ്പോഴും ബിസി. ഇപ്പൊ വിളിച്ചാലും ചിലപ്പോ ഒന്നെങ്കിൽ ആദ്യം കേൾക്കുന്നത് ബിസി എന്നുള്ള ടോൺ ആയിരിക്കും കേൾക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചുതരാം. ചലഞ്ച് ആണോ? ചലഞ്ച്. പേര് വരെ നോക്കിക്കേ, രോഹിത് പ്രദീപ്. അയ്യേ, ഹിസ്റ്ററി നമ്മൾ കുറിക്കാൻ പോണേ. ഹസ്ബൻഡ് വിളിക്കാനേ. എങ്ങനെയുണ്ട്? പറഞ്ഞു ഈ മൈറ്റ് ബി ബിസി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ബിസി ടോൺ അല്ലെങ്കിൽ ഫോൺ ബിസി ആയിരിക്കും. അല്ലെങ്കിൽ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ഹലോ, രക്ഷിച്ചു. ഫുൾ റിംഗ് ആയിട്ടില്ല. അയ്യോ വേണോ? ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ തിരിച്ച് വിളിച്ചാലും കൂടി പോയാ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാൻ എന്ത് പറ്റി. ഇനി രോഹിത്തിന്റെ റിയാക്ഷൻ കാണിച്ചു തരാം. ഫോൺ കാണട്ടെ. അലീനെ വിളിക്കുന്നു. ഓ, യു മെറ്റ് രോഹിത് അല്ലേ? അഖിലില്ല, ഞാൻ രോഹിത്. അലീനയുടെ ഫോൺ ട്രിങ് ട്രിങ്. എവിടെ പോയാലും ഇവളെ ഞാൻ പ്രോഗ്രാമിന് വിട്ടതാണല്ലോ, ഇപ്പോഴും വിളിച്ചോണ്ട് ശല്യം. എന്നാലും ഫോൺ എടുക്കണ, റിംഗ് ആയിക്കൊണ്ടിരിക്കട്ടെ. സ്വന്തം ജീവിതാനുഭവം, അതായത് സ്വന്തം ജീവിതാനുഭവം പറഞ്ഞു കാണിച്ചതാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇവിടെ സാക്ഷിയാണ്. റിംഗ് ഫുള്ള് പോയിട്ടില്ല. ശരിയല്ലേ പറഞ്ഞ? റിംഗ് ഫുള്ള് പോയിട്ടില്ല. അപ്പഴും കട്ട് ചെയ്തു. ഞാൻ കണ്ടു. ഇപ്പൊ വീണ്ടും വിളിച്ചാൽ എന്തായിരിക്കും ചോദിക്കുന്നതെന്ന് അറിയോ? ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ബിസിയാന്ന് അറിഞ്ഞൂടെ? അപ്പൊ പറയണം ഇവിടെ സ്വാസികയും ജിത്തും നിർബന്ധിച്ചിട്ടാണെന്ന് പറയണം. തീർച്ചയായും. വീണ്ടും ദൈവമേ, നീ ഉണ്ട്, നീ ശക്തി. എന്തിന്? അതെ, കല്യാണം കഴിച്ച ഞാനാ കേട്ടോ. ലൈൻ അടിച്ച 7 വർഷം ഞാനാ. അതിന്റെ റിയാക്ഷൻ ഇതിനെ കുറിച്ച് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്പർ ഫ്ലൈറ്റ് മോഡ് പറയും. അതായത് ഇപ്പൊ എന്തായാലും റിംഗ് പോയി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി വീണ്ടും ഇനി ബിസി ആക്കി വെക്കാം. ഇനി അവൾ എന്ത് ചെയ്യും? അതാണ് ആ റിയാക്ഷൻ. അത്രേ ഉള്ളൂ. ഇനി വിളിക്കണ്ട, ഇനി സ്വിച്ച് ഓഫ്. ഇല്ല, ഒന്നുമില്ല. അന്ന് വിളിച്ചു നോക്കണം എന്നൊക്കെ, സ്വിച്ച് ഓഫ് ആക്കി വിളിച്ചു നോക്കണം എന്നൊക്കെ. ഇല്ലല്ല, ഇത്രയും മനസ്സിലാക്കുന്ന ഒരാള് കിട്ടുന്നത് വലിയ കാര്യമാണ്. എന്തായാലും കലക്കി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം കേട്ട് ചിരിച്ച് ഞാനിങ്ങനെ എന്താ പറയാ, കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് പെർഫോമൻസ് ഒന്നും കാണാൻ പറ്റൂല. അതന്നെ, ഇനി അതിനുള്ള സമയമാണ്. കാരണം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ എപ്പിസോഡ് പോരാ എന്ന് എനിക്ക് തോന്നുന്നു. നീണ്ട കഥ തന്നെ എഴുതേണ്ടി വീണ്ടും ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. പുതിയ വിശേഷങ്ങളുമായിട്ട് അപ്പൊ വരണം. തൽക്കാലം ഇപ്പൊ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കാം. മതി. മതിയോ? നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് മിണ്ടാതിരിക്കുക. ഇനി ഞാൻ മിണ്ടും, നിങ്ങൾ കേൾക്കും, കാണും. തന്നെ ആദ്യം മിണ്ടുന്ന ആള് ഡോങ്കി. അയ്യോ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ വിശേഷങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ അതിഥിയെ വിളിക്കാൻ പോവാണ്. വിളിക്കട്ടെ? ഓക്കെ, അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? Yes, donkey. She is the donkey of the Indian Institute of America. Wow, beautiful. Indian Institute of America. Thank you. Donkey ആയി കഴിഞ്ഞിരിക്കുകയാണ്. That's okay. You കാക്കനാടുകാരൻ മിണ്ടരുത്. കാക്കനാടുകാരനാ. ശരി, അപ്പൊ എന്തായാലും ആ സംഭവത്തിന് അവിടെ ഒരു കത്തിട്ടു. പിന്നെ എനിക്ക് സംസാരിക്കാം. നമുക്ക് എന്താ നമ്മുടെ മിടുക്കി കുട്ടിയെ നമ്മുടെ ഈ വേദിയിലേക്ക്, റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം പാർവണ അഭിലാഷ്. പാർവണ വരുമ്പോ തന്നെ നമസ്കാരം ഒക്കെ. നമ്മളൊരു കുട്ടി വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹായ് ഹലോ എന്നൊക്കെ പറയുന്നത് നല്ലൊരു കോസ്റ്റ്യൂം ഡോൾ പോലെ ഇരിക്കണു. പാർവണ എപ്പോഴും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ നമസ്കാരം അങ്ങനെയൊക്കെയാണോ പറയാ? അത് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് വരുമ്പോ ഇങ്ങനെ പറയണം എന്ന് അച്ഛനും അമ്മയും പറഞ്ഞോ? ഇല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പാട്ട് ഇത്രയ്ക്ക് ഇഷ്ടമാവാൻ എന്താ കാരണം? പാട്ട് പഠിക്കണം എന്നും അതുപോലെ പാട്ടുകൾ ഇങ്ങനെ പാടാനൊക്കെ ഒരു ഇഷ്ടം വരാൻ എന്താ കാരണം? അത് പിന്നെ എനിക്ക് ഇപ്പൊ തൊട്ടാണ് ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയത്. ഞാൻ 2 വർഷം ഹരിയാനയിലായിരുന്നു. അന്നേരം എനിക്ക് കുറച്ച് പാട്ടിൻ്റെ ഒരു കഴിവ് ഉള്ളപ്പോഴാണ്, എനിക്ക് അത്രയും മലയാളം ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോഴാണ് മലയാളം പഠിച്ചു തുടങ്ങിയത്.
അത് തൊട്ടാണ് ഞാൻ മ്യൂസിക് ക്ലാസ്സിനൊക്കെ പോയി ഇരുന്നത്. അന്നേരം എൻ്റെ പാട്ടൊന്നും ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് പാർവണയുടെ പല പല പാട്ടുകളും അല്ലേ? വേറെ എന്തൊക്കെയാണ് ഇഷ്ടം പാട്ടല്ലാതെ? വേറെ എന്തൊക്കെയാണ്? ഡാൻസ് ആണോ, പടം വരയ്ക്കലാണോ? കുറച്ച് പടം വരയ്ക്കും, ഡ്രോയിങ് ഒക്കെ ചെയ്യും അല്ലേ? അത് ശരി. അത് കുറച്ചാണ്, കുറച്ച് പടം വരയ്ക്കും, കുറച്ച് ഡാൻസ് കളിക്കും. കുറച്ച് ഡാൻസ് കളിക്കും. ഡാൻസ് പഠിക്കുന്നുണ്ടോ അത് ടി വിയിലൊക്കെ കാണുന്നതേ ഉള്ളോ? അല്ല, ഫോണിൽ ചെറിയ അതൊക്കെ കാണുമ്പോൾ റീൽസ്. ശരി, അപ്പൊ ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. അച്ഛനും അമ്മയുമാണ് വന്നിരിക്കുന്നത് അല്ലേ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആദ്യം അച്ഛനെ തന്നെ പരിചയപ്പെടാം. ചേട്ടാ, എന്താണ് പേര്? എന്റെ പേര് അഭിലാഷ്. അപ്പൊ അഭിലാഷ് ചേട്ടാ എന്താണ്, എവിടെ വർക്ക് ചെയ്യുന്നു? ഹരിയാന എന്നൊക്കെ മോള് പറഞ്ഞു. അപ്പൊ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ഞാൻ ആർമിയിലായിരുന്നു. ആർമിയിലാണ്. ഇപ്പോൾ 17 വർഷം സർവീസ് കഴിഞ്ഞ് 2019 ജൂണിൽ റിട്ടയർഡ് ആയതാണ്. ജൂണിൽ റിട്ടയർഡ് ആയി. അപ്പോൾ ലാസ്റ്റ് ഒരു 4-5 വർഷം വരെ ഞാൻ ഫാമിലി ആയിട്ടായിരുന്നു താമസിച്ചത്. ഈ ഇങ്ങനെ ഒരു കഴിവുണ്ട് മോൾക്കെന്ന് ആരാ കണ്ടുപിടിച്ച? അച്ഛനാണോ അമ്മയാണോ? ചെറുപ്പത്തിലേ പാട്ടിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. പിന്നെ ഒരു 2-2.5 വയസ്സായപ്പോ ഒക്കെ ശരിക്കും മലയാളം ഒരു ഭാഷയും അറിയാത്ത സമയത്തും വെറുതെ ഏതോ ഒരു ട്യൂണൊക്കെ വെച്ചിട്ടൊക്കെ പാടുകയും അങ്ങനെ. പിന്നെ അതിനുശേഷം മലയാളം പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. ഇവിടെ വരുന്നതിന് മുമ്പേ മലയാളം പാട്ടുകളൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം വന്നിട്ടാണ്. ഇപ്പോ നല്ല പഠിക്കാനൊക്കെ നല്ല ഉത്സാഹമാണ്. മടി അങ്ങനെ ക്ലാസ്സിൽ പോകാൻ മടി അങ്ങനെയൊന്നും ഇല്ല. പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. എല്ലാം ചെയ്യുന്നു. അടിപൊളിയാണ്, മിടുക്കിയാണ്. ഇനി നമുക്ക് അമ്മയെ കൂടി പരിചയപ്പെടാം. പേര്? ദിവ്യ അഭിലാഷ്. ദിവ്യ. അപ്പൊ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ, അതായത് നിങ്ങള് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നടത്തിയത്? നമുക്ക് അങ്ങനെ വേണം, മോൾക്ക് ഈ പാട്ട് പഠിപ്പിച്ചു കൊടുക്കണം, ഈ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടന്നിരുന്നോ? ഇല്ല, മോളില് മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ നന്ദകിശോരാഹര എന്നൊരു ഗാനം ഉണ്ടായിരുന്നു. അത് 1M അത്ര എത്തിയിട്ടുണ്ട്. അടിപൊളി. അതുപോലെ തന്നെ ഒരു തെലുഗു സോങ് പുഷ്പയിലെ ഓ അണ്ടവാമവ. അതെ,